ആർഷഭൂമിയിൽ പിറന്ന വീരസോദരാ വീരസോദരാ. മഞ്ഞണിഞ്ഞ മാമലകൾ തിങ്ങും നാടിതിൽ മന്ദഹാസ താരകൾ ചൊരിയും നാടിതിൽ. രാജവാഴ്ചയ്ക്കെതിരെയും ദിവാൻ സർസിപിയുടെ ദുർഭരണത്തിനെതിരെയും സമരപഥങ്ങളിലെ തീജ്വാലയായി അനസൂയ. അധികം താമസിയാതെ വിപ്ലവ ഗായികയുടെ കൈകളിൽ കൈവിലങ്ങ് വീണു. എല്ലാം അവസാനിപ്പിക്കാനല്ല, നിയമത്തിന്റെ കൈവിലങ്ങ് പൊട്ടിച്ച് പിറന്ന നാടിനു വേണ്ടി സമരം തുടരാൻ പ്രതിജ്ഞ എടുക്കുകയായിരുന്നു അനസൂയ. പുതിയ പുതിയ സമരഗീതങ്ങൾ പാടാൻ മനസ്സിനെ സജ്ജമാക്കുകയായിരുന്നു അവർ. പുനഃപ്രവേലാറിന് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ വാർ നടക്കുന്ന കാലവും ജനങ്ങൾ പട്ടിണി കൊണ്ട് വിഷമിക്കുന്നൊരു കാലവും തൊഴിലില്ല, കയർ ഫാക്ടറികളിൽ തൊഴിലില്ലാതെ മനുഷ്യൻ വിഷമിക്കുന്നു. അങ്ങനെയുള്ള കാലയളവിൽ അന്ന് അന്നത്തെ യുദ്ധത്തിനെതിരായിട്ടും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും സർസിപി രാമസ്വാമിയുടെ ഭരണത്തിനെതിരായിട്ടുമുള്ള കാര്യങ്ങളാണെന്നുള്ളത്. ദിവാൻ പദം ബഹിഷ്കരിക്ക നാടു നമ്മൾക്കാകുവാൻ. ദിവാൻ പദം ബഹിഷ്കരിക്ക നാടു നമ്മൾക്കാകുവാൻ. ആ പാട്ട് പാടുമ്പോഴാണ് എനിക്ക് കൂത്താട്ടുകുളത്ത് ഉളത്ത് വെച്ച് അറസ്റ്റ് ഉണ്ടാകുന്നത്. അവിടുത്തെ അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ വാർഷികമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കൊണ്ടുപോയതും പഠിച്ചതും. അവിടെ വെച്ചാണ് കൂത്താട്ടുകുളത്തുള്ള അറസ്റ്റ് നടക്കുന്നത്. അത് കഴിഞ്ഞ് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ ഇടയായിട്ടില്ല. അതിനു മുമ്പ് തന്നെ കോട്ടയം ഫാസി അറസ്റ്റ് ചെയ്ത് അവർ കസ്റ്റഡിയിലാക്കി കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കൊച്ചുകുട്ടിയെന്ന ഒരു കൊച്ചു പെണ്ണെന്നുള്ള നിലയ്ക്ക് പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണല്ലേ ഞാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ മറ്റും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ രംഗത്ത് ചാടി ഇറങ്ങി ഇന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള അസഭ്യവാക്യങ്ങളും അതിൻ്റെ ഇതൊക്കെ പറയുന്ന അത് പോലീസിൻ്റെ നമുക്ക് ലജ്ജ തോന്നും ഇതൊക്കെ പറയാൻ. പോലീസിൻ്റെ ഏർപ്പാടുകളാണ്. അന്ന് ഒരുപാട് അസഭ്യവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അനാവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ള അല്ലാതെ അടിയും പിടിയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പിടിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ കുടുംബത്ത് ദാരിദ്ര്യവും ദുഃഖവും ഒരുപാട് പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. പട്ടിണിയൊക്കെ കിടന്നിട്ടാണ് കലാകേന്ദ്രത്തിൽ പോവുകയും കലാകേന്ദ്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും അന്ന് ഞങ്ങൾക്കൊരു 3-4 പേർക്ക് ഞങ്ങളുടെ കലാകേന്ദ്രത്തിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ ഞങ്ങളുടെ ആഹാരം അവിടെ പറഞ്ഞിട്ടുണ്ട്. പകലുള്ള ആഹാരം ഞങ്ങൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അത് കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ ചിലവിലാണ്. അന്നത്തെ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ ചിലവിലാണ്. തൊഴിലാളി വർഗത്തിൻ്റെ കാശാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹാരത്തിന് വേണ്ടി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുൻപോട്ട് വേണ്ടത്. വീട്ടിൽ ദാരിദ്ര്യം തന്നെയാണ്, നല്ല ദാരിദ്ര്യമായിരുന്നു. പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പുന്നപ്ര വയലാർ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്തും അതിനുശേഷവും വേദികളിൽ നിന്നും വേദികളിലേക്ക് വിപ്ലവാവേശമുണർത്തുന്ന ഗാനങ്ങളുമായി ഈ ഗായികയുടെ യാത്ര തുടരുകയായിരുന്നു. നേതാക്കളിൽ പലരും അറസ്റ്റിലായി. ചോരച്ചെങ്കടിയുടെ മഹത്വം പാടുന്ന പാട്ടുകാരിയെ തേടിയും പോലീസ് എത്തി. ക്രൂരമായിരുന്നു പോലീസിന്റെ അതിക്രമം. പാട്ടുകാരിയുടെ കൈകളിൽ വീണ്ടും ഒരിക്കൽ കൂടി കൈവിലങ്ങ് വീണു. പുനഃപ്രവേദാർ കഴിഞ്ഞ് ശേഷം എല്ലാ ആളുകളെയും പോലീസ് പിടിക്കുന്ന ഒരു കാലയളവ്. പിന്നെ ഒരു ചെറിയ പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ധാരണകൾ മുഴുവനും. എല്ലാ യോഗങ്ങളിലൊക്കെ ഞാൻ പാടി. കാട്ടൂർ യോഗത്തിനൊക്കെ പുനഃപ്രവേദാറിൻ്റെ അവസാനത്തെ കാട്ടൂർ യോഗം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ പാടി. ഇവിടെ ഈ തീർത്ഥശ്ശേരി വെച്ച് പാടി. ഇതൊക്കെ അന്നും ദിവാനെതിരായിട്ടുള്ള പാട്ടുകളാണ് അന്നും നമ്മൾ പാടുന്നത്. ആ അവസരത്തിലൊക്കെ ഈ അറസ്റ്റ് നടക്കുമ്പോൾ നേതാക്കന്മാർ പലരും വീട്ടിൽ വന്നിട്ടുണ്ട്. നേതാക്കന്മാർ ഒളിവിലായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എസ്താമൂരിനൊക്കെ എൻ്റെ വീട്ടിൽ, കുമാരനൊക്കെ എൻ്റെ വീട്ടിൽ ഒളിവിലിരുന്ന ആളുകളാണ്. അപ്പോഴും എനിക്കിങ്ങനെ ഒരു വാറണ്ടുണ്ടെന്ന് അറിയുന്നില്ല. വി.എൽ. തോമസിൻ്റെ വീട് കണ്ടുകെട്ടാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് വരുമെന്ന് അവിടുത്തെ കൗൺസിലർ ബാബുജിതെന്ന് പറയും. അവിടുത്തെ അന്നത്തെ കൗൺസിലർ അങ്ങനത്തെ അങ്ങേര് വിളിച്ച് പറഞ്ഞ മാതിരി നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്യാൻ വരും, നേരത്തെ ഒരു അറിവ് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ C.I. വാസുപിള്ളയുടെ കെയർ ഓഫിൽ ഒരു സംഘം പോലീസിൻ്റെ വീട് വളഞ്ഞു.
എൻ്റെ വീട് വളഞ്ഞെന്ന് മാത്രമല്ല, സുഖമില്ലാതെ കിടന്ന സന്നിവാര ജ്വരം വന്ന് കിടന്ന എൻ്റെ ചേച്ചി എടുത്ത് പുറത്തിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വളഞ്ഞ് പോലീസ് ആക്രമിച്ചത്. എൻ്റെ ചേച്ചി അടുത്ത വീട്ടിൽ കിടന്നാണ് മരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത്ര വലിയ വിഷമങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഞാൻ അവിടെ തന്നെ എന്നെ പിടിച്ചോണ്ട് പോകും, എൻ്റെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ 7ാമത് വാർഷികത്തിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ എൻ്റെ പേരുണ്ടായിരുന്നു എന്നുള്ള പേരിലാണ് എന്നെ പോലീസ് പിടിക്കുന്നത്. ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായി മാറിയ അനസൂയയുടെ ജീവിതം മിക്കപ്പോഴും പോർമുഖങ്ങളിലായി. അക്കാലത്തായിരുന്നു വിവാഹം. കുടുംബിനിയുടെ ജീവിതവേഷം കെട്ടിയപ്പോഴും ഇവരിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇവരുടെ യാത്ര പാർട്ടിക്കൊപ്പം പിന്നെയും സമര വഴികളിലൂടെയായി. പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു വലിയ ലക്ഷ്യം. എനിക്ക് വിവാഹം ഇങ്ങനെ വേണമെന്നുള്ള നിർബന്ധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ 22 കുന്തക്കേസും മറ്റുമൊക്കെ കഴിഞ്ഞ് എന്നെ അറസ്റ്റും എൻ്റെ പേരിൽ വാറൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിയിടുന്നതിന് വേണ്ടിയിട്ട്, അതായത് എന്നെ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കിടന്നോളും എന്നൊരു ധാരണ എൻ്റെ അച്ഛൻ്റെ തോന്നിയത് കൊണ്ട് അച്ഛൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയാണ് എൻ്റെ അച്ഛൻ്റെ മറ്റൂനെ കൊണ്ടാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ ജനിച്ചതിന് ശേഷം കുട്ടികളെ വരെ നോക്കാതെ കുട്ടികളെല്ലാം വീട്ടിൽ വലിച്ചെറിഞ്ഞ് പോയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ പോകുന്ന ദിവസമൊന്നും വീട്ടിൽ വരാതെ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് പിള്ളേരെ നോക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ള കാലങ്ങളുണ്ട്. കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു എൻ്റെ ഭർത്താവ് എന്നുള്ള അത് ആ നിലയ്ക്ക് ജോലിക്ക് പോകാനൊക്കുകയില്ല. കുഞ്ഞുങ്ങളുടെ സ്ഥിതി കഷ്ടത്തിലാണ്. തിരിച്ച് പ്രവർത്തനവും കഴിഞ്ഞ് പിള്ളേർക്ക് ചായക്കടയിൽ നിന്ന് ആഹാരം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടികളൊന്നും എനിക്കന്ന് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ കുട്ടികളും ഒന്നും എനിക്കൊരു പ്രശ്നമില്ലാതായി തീർന്നു. അങ്ങനെ മുൻപോട്ട് ഞാൻ രാഷ്ട്രീയ ജീവിതമായിട്ട് മുൻപോട്ട് നീങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്നൊരു ജാഥ സഖാവ് PT പൊന്നൂസിൻ്റെ പിന്നെ ഇതിൽ വന്നായിരുന്നു. ഇതിൽ വന്ന് അവർക്കൊരു സ്വീകരണം കൊടുക്കാൻ പോയിട്ട് അവരുടെ കൂടെ ഞാനും പോയി. ഭർത്താവിനോടും ചോദിച്ചില്ല, വീട്ടുകാരോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. സ്വീകരണം കൊടുത്ത് അവരുടെ കൂടെ ഞാനും പോയി. അവിടെ പോയി തിരുവനന്തപുരം വരെ നടന്നു. അവരുടെ കൂടെ തിരുവനന്തപുരം വരെ ഞാനും പോയി. അതിനിടയ്ക്ക് മുറിച്ച് നമ്മൾ ഒരു ഒറ്റ നയിക്കല്ലല്ലോ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പനിയായിപ്പോയി. എനിക്ക് പനി വന്ന് എസ് കുമാരൻ്റെ വീട്ടിൽ കിടന്നു. അന്ന് എസ് കുമാരൻ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്രട്ടറിയാണ്. കിടന്ന് അവിടെ നിന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി മരുന്നെല്ലാം വാങ്ങിച്ചു തന്ന് എന്നെ പനി തീർന്നപ്പം വീട്ടിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെയൊക്കെയുള്ള വീടും കൂടുമൊക്കെ ഉപേക്ഷിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ.